ഒരേ സംസ്കാരവും ഒരേ വിശ്വാസവും ഒരേ ആരാധനയും ഒരേ പൈതൃകവുമുള്ള ഒരു സഭയിലെ രണ്ട് കക്ഷികൾ ഭിന്നിച്ചു നിന്ന് വ്യവഹാരം നടത്താനും കലഹിക്കാനും അതുവഴി പൊതുസമൂഹത്തിന്റെ മുൻപിൽ ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെടുത്തുവാനും തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഒന്നിച്ച് കേരളത്തിലെ ഒരു മഹാശക്തിയായി നിൽക്കേണ്ട സമൂഹം അവരെ ചില രാഷ്ട്രീയ ശക്തികളും ക്രിസ്തീയ സമൂഹത്തിലെ തന്നെ ചില തൽപര കക്ഷികളും ചേർന്ന് ഭിന്നിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. അതുവഴി ചിലർക്ക് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ് കാരണം. എന്നാൽ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം വീണ്ടും പറയുന്നു ഇത് ഒരു സഭയാണ്, ഒന്നിച്ചു നിൽക്കണമെന്ന്. അന്തമില്ലാത്ത വ്യവഹാരങ്ങളും തെരുവ് യുദ്ധങ്ങളും അവസാനിപ്പിക്കാം. സുപ്രീം കോടതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ 1934 സുസ്ഥാപിതമായ ജനാധിപത്യ എപ്പിസ്കോപ്പൽ തത്വങ്ങൾ സമ്മേളിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഭരണഘടനയ്ക്ക് കീഴിൽ അച്ചടക്കമുള്ള ഒരു സഭയായി തീരാമെന്നാണ് പരിശുദ്ധ കാതോലിക്ക ബാവ പോലും ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവില്ല, ഏറെ പ്രയോജനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. 1934 ഭരണഘടന ഉറപ്പുവരുത്തുന്ന എല്ലാ അധികാര അവകാശങ്ങളും ആനുകൂല്യങ്ങളും പരിശുദ്ധ അന്ത്യോക്യ പാത്രിയാർക്കിസിന് നിശ്ചയമായും ലഭിക്കും. സുപ്രീം കോടതിയുടെ സമാധാന ശ്രമങ്ങൾക്ക് ഇരു കൂട്ടരും സമ്മതിക്കണം. കോടതിയിൽ കേസിന് പോയവർ കോടതിയുടെ ഉത്തരവുകൾ കൂടി പാലിക്കാൻ തയ്യാറാവണം. ജുഡീഷ്യറിയെ മാനിക്കാതെ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. നാനാജാതി മതസ്ഥരായ പൗരന്മാർ നൽകുന്ന നികുതി പണം അനാവശ്യമായ ഈ തമ്മിലടിക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നുവെന്നത് ഈ നാട്ടിലെ പൗരന്മാരോട് കാട്ടുന്ന ക്രൂരതയാണ്. സമാധാനത്തിനായുള്ള വാതിൽ തുറന്നിട്ട് പരിശുദ്ധ കാതോലിക്ക ബാവ ഇരുപക്ഷത്തെയും ആഹ്വാനം ചെയ്യുന്നു. സമാധാനത്തിന്റെ ദൂതുമായി എത്തുന്ന ഈ ക്രിസ്തുമസ് അർത്ഥപൂർണമാകണമെങ്കിൽ ഈ സമാധാന ആഹ്വാനം എല്ലാവരും ഉൾക്കൊള്ളണം. അതിനാണ് നോമ്പ് നോൽക്കുന്നത്. അകലാനല്ല, അടുക്കാനാണ് നോമ്പ്. ഈ സുവർണ അവസരം കൂടി നഷ്ടപ്പെടുത്തിയാൽ വരും തലമുറ ക്ഷമിക്കില്ലെന്നും ഓർക്കണം. സമാധാനത്തിനും ഐക്യത്തിനും ശ്രമിക്കാതെ വെറുതെ നോമ്പ് നോക്കിയിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന കാര്യവും ഓർക്കുക.